ഹായ്, നിസർഗൻ ഹിയർ. ഇന്ന് ഞാൻ ഒരു ലോഗോ ചെയ്തെടുത്തത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഐശ്വര്യ ബിൽഡേഴ്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇവരെന്നെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കോപ്പി പേസ്റ്റ് പോലുള്ള പരിപാടിയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കോപ്പി പേസ്റ്റ് ഒന്നല്ല, നമ്മൾ ഇങ്ങനെ ട്രേഡ് മാർക്കിനൊക്കെ വേണ്ടി ചെയ്യുന്നതല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു PDF അവർക്ക് സാമ്പിൾസ് അയച്ചു കൊടുത്തിരുന്നു, ഞാൻ ചെയ്യുന്ന ഒരു കാറ്റഗറി എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ റെഡിമെയ്ഡായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലോഗോ ആണ് ഇങ്ങനെ തരുന്നത്, അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തരുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ അവർ എയും എസും വെച്ചിട്ടാണ് അവരൊരു ഐഡിയ പറഞ്ഞത്. എയും എസും അതിൽ ഉണ്ടാവണം എന്നുണ്ട്. പിന്നെ അതുപോലെ പതിവായിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങുകളൊക്കെ വെച്ചിട്ടുള്ള ബിൽഡേഴ്സിൻ്റെ ഒക്കെ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇത് ഐശ്വര്യ ബിൽഡേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്, ഞാൻ മുന്നേ പറഞ്ഞു. നോർമലി നമ്മൾ കാണുന്ന പോലത്തെ ബിൽഡിങ്ങുകൾ വെച്ചിട്ടുള്ള ലോഗോ വേണ്ട, കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എയും എസ് ഉൾപ്പെട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ നോക്കിയിട്ടൊരു മോണോഗ്രാം ലോഗോയിലേക്കാണ് ആദ്യം ഞാൻ ചിന്തിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോഗ്രാമോ അങ്ങനത്തെ ഒന്നുമല്ല. എനിക്കൊരു അബ്സ്ട്രാക്റ്റ് മിനിമൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എൻ്റെ ചിന്ത ആദ്യം പോവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇത് ഇപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ റീൽസിലും ഷോർട്സിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ പേരൊക്കെ ഒരു പേര്, ആ പേര് ഫുൾ സ്പെല്ലിങ് ഇങ്ങനെ ചെയ്യുന്നത്. അത് വേറൊരു അത് മോണോഗ്രാമാണ്, അത് വേറൊരു ശൈലിയാണ്. അങ്ങനത്തെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് അല്ല എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. എനിക്ക് അബ്സ്ട്രാക്റ്റിനോട് താല്പര്യം. അപ്പോൾ അബ്സ്ട്രാക്റ്റിൽ എനിക്കൊരു തീം പറയാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോഗമാണ് ഞാൻ ഇതിൽ സെലക്ട് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ഒരു 2 ഓപ്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം എയും എസ് ഉൾപ്പെടുത്തുന്ന രീതിയിൽ തന്നെ 3 ഡോട്ട്സ് വെച്ചിട്ട് ഒരു കൺസെപ്റ്റ് ഞാൻ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയറിൽ നിന്ന് ഞാനൊരു എ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ആ എനെ ഞാൻ എന്ത് ചെയ്തു, ഒരു മൂന്ന് കോപ്പി ചെയ്ത് അതിനെ അലൈൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അലൈൻ ചെയ്ത് വെച്ചിട്ട് ഒരു ലോഗോ ചെയ്തു. അതിൻ്റെ നെഗറ്റീവ് സ്പേസിലാണ് എസ് വരുന്നത്. പിന്നെ ഒരു ട്രയാങ്കിൾ എന്നുള്ള ഷേപ്പ് വരുന്ന സമയത്ത് അതിനൊരു എ എന്നുള്ളത് അങ്ങനെ ഒരു ഷേപ്പ് അതിൽ വരും. പിന്നെ ബേസിക്കായിട്ട് ഞാനൊരു ടെക്സ്റ്റ് കൊടുത്തു നോക്കിയാണ് ഇതേപോലെ. പിന്നെ ഫൈനലൈസ് ചെയ്ത ടെക്സ്റ്റ് ഇതല്ല, വേറൊരു ജെൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പിന്നെ ഞാൻ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലോഗോയും വൈറ്റ് ടെക്സ്റ്റും ആയിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ലോഗോയും ഒരു ഡാർക്ക് ഗ്രേ ടെക്സ്റ്റ്, നല്ലൊരു കോംബോ ആയിരുന്നു അത്. പിന്നെ അതുപോലെ ഒരെണ്ണം ഞാൻ ചെയ്തതിൻ്റെ കൺസെപ്റ്റ് എനിക്ക് വന്നത്, ഞാൻ പുറത്തുനിന്ന് ഒരു സെൽഫി എടുത്തായിരുന്നു. ഞാൻ വെറുതെ എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുടി കെട്ടി വെച്ചിട്ടാണ് പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടുന്ന് അത് അഴിച്ചിട്ടിട്ട് കറക്റ്റായിട്ട് വീണിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ സെൽഫി എടുത്ത് നോക്കി. പിന്നീട് ആ ഫോട്ടോ എടുത്ത് ഞാൻ നോക്കിയ സമയത്ത് അതിന് പുറകിലുള്ള ബിൽഡിങ് ഒരു ലോ ആംഗിളിലാണ് പെട്ടിട്ടുള്ളത്. ബാക്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ആ ബിൽഡിങ് കാണുന്നത്. അപ്പോൾ എനിക്ക് രസം തോന്നി, അതൊരു കൊള്ളാലോ, ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു എ പോലെ ഉണ്ടല്ലോ അത്. അപ്പോൾ അവർ പറഞ്ഞ എ അതിലുണ്ട്. അപ്പോൾ ഞാൻ ആ ഷേപ്പ് എനിക്ക് ഇഷ്ടമായി. ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് പിരമിഡൊക്കെ ട്രയാങ്കിളിൻ്റെ ഒരു ഭയങ്കര എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. പിരമിഡ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും പലതും മിസ്റ്ററി ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒരു സ്ട്രോങ് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അപ്പോൾ അത് ബിൽഡേഴ്സിൻ്റെ ലോഗോയിലേക്ക് അത് വരുന്ന സമയത്ത് അത് വളരെ വളരെ സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ അതും ബിൽഡിങ് എന്നുള്ളൊരു കൺസെപ്റ്റും പിന്നെ എയും എസും ഇത് മൂന്നും കൂടി എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളത് ഞാൻ ആലോചിച്ചു. പിന്നെ അപ്പം ഞാൻ ഈ സെൽഫിയുടെ ഒരു ആംഗിൾ വെച്ചിട്ട് അതേ ഒരു ആംഗിൾസുള്ള കുറച്ച് ബിൽഡിങ്ങുകളുടെ ഇമേജസ് ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് എനിക്കൊരു ഇമേജ് കിട്ടുകയും ചെയ്തു. അതിൽ നിന്ന് ഞാനൊരു ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിൽ തന്നെ എനിക്ക് ആ ബിൽഡിങ് നോക്കുന്ന സമയത്ത് ഒരു എസ് പോലത്തെ ഒരു ഫീല് അതിൻ്റെ ഒരു ചെറിയ പാർട്ടിൽ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിനെ മോഡിഫൈ ചെയ്ത് എടുത്ത് അങ്ങനെ അവർക്ക് അത് ഫസ്റ്റ് ഒരു സബ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ റെഡ് ആൻഡ് യെല്ലോ എന്നുള്ള കോമ്പോലൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ലോഗോയും ഞാനൊരു 3 ഡോട്ട്സിൻ്റെ കാര്യം പറയില്ലേ, ഈ 2 ലോഗോയും ഞാൻ സെയിം കളർ പാറ്റേണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കത് അയച്ചു കൊടുത്തു. അവർ സെലക്ട് ചെയ്തത് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലോഗോയാണ്. ഞാൻ അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു, മറ്റേ 3 ഡോട്ട്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ
ഇവർക്ക് ഇഷ്ടപ്പെട്ടത് പിരമിഡ് ഷേപ്പിലുള്ള ഈ ലോഗോൻ്റെ ഒരു കൺസെപ്റ്റാണ്. അത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് അവർക്കും ഫീൽ ചെയ്തു. അങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്. പിന്നെ അടുത്തത് വരുന്നത് ലോഗോ അവർക്ക് കൊടുക്കുന്ന ഡെലിവറി ചെയ്യുന്ന രീതിയാണ്. ഞാൻ ഡെലിവറി ചെയ്യുന്നത് PDF ആയിട്ടാണ് മെയിൻ ഫയൽ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് JPGs ഉണ്ടാവും. പിന്നെ അതുപോലെ PNGs ഉണ്ടാവും. PNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ്. അപ്പോൾ ഇത്രയും ഫയലുകളാണ് ചെയ്യുക. ഇതിൽ തന്നെ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഞാൻ കോസ്റ്റിനനുസരിച്ചാണ് ഞാൻ അതിൽ എഫേർട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അവർക്ക് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഒരു സ്പേസിങ്, അതുപോലെ അലൈൻമെൻറ്റ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുക. പിന്നെ കളറും കളർ കോഡ് കാര്യങ്ങളൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് ഒരു ബ്ലൂ എന്നുള്ള കളറിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് ഞാനൊരു സാമ്പിൾ ചെയ്ത് കൊടുത്ത് അവർ ആ കളർ സെലക്ട് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തി. പിന്നെ അതായത് ഈ പിരമിഡിൻ്റെ ഷേപ്പും ബിൽഡിങ്ങും എങ്ങനെയാണ് ഇതിൽ മാച്ചായി വരുന്നത്, AIS എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ അതുപോലെ അതിൻ്റെ ടൈപ്പോഗ്രഫി, അതിൻ്റെ ഫോണ്ട് ഞാൻ ഏത് ഫോണ്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് ആ ഫോണ്ട് ചൂസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ അതിൻ്റെ സബ് ടൈറ്റിൽ ബിൽഡേഴ്സ് എന്നുള്ള ടൈറ്റിൽ അത് ഏതാണ് ഫോണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി. അങ്ങനെയാണ് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക, തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.